വഴിയുള്ള പദ്ധതികളിലൂടെ വരുമാനമുണ്ടാക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ ടോൾ പിരിവ് ഈടാക്കുമോ എന്നതിൽ ധനമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. കിഫ്ബി LDF സർക്കാരിന്റെ മോശം സാമ്പത്തിക മോഡലാണെന്ന വിമർശനം പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തി. കിഫ്ബി റോഡുകളിൽ ടോൾ ഉണ്ടാകുമോ എന്നതിൽ വ്യക്തത വരുത്തിയില്ലെങ്കിലും പുതിയ പദ്ധതികളിൽ വരുമാനം ലക്ഷ്യമാണെന്ന് വ്യക്തമാക്കി ധനമന്ത്രി നിയമസഭയിൽ. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് 12,000 കോടി രൂപയാണ് ചെലവാക്കിയെങ്കിൽ ഇപ്പോൾ ആകെ ചെലവ് 34,000-35,000 കോടി രൂപയിലേക്ക് വരുന്നു. ഈ 2 വർഷം കൂടെ കഴിയുമ്പോൾ അത് ഇതിന്റെ ഇരട്ടിയായി വരുന്ന തരത്തിലേക്കുള്ള സ്പെൻഡിങ് നടക്കുകയാണ് സർ. അതുകൊണ്ട് കിഫ്ബി പുറകോട്ട് പോയിട്ടില്ല. കിഫ്ബി വഴിയുള്ള പദ്ധതികൾ താളം തെറ്റുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. കിഫ്ബി എടുത്ത പണം ജനങ്ങളുടെ ബാധ്യതയായി മാറിയെന്ന വിമർശനം. കിഫ്ബി ഇപ്പോൾ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല, കാരണം വെന്റിലേറ്ററിലാണ്. എപ്പോഴാണ് വെന്റിലേറ്റർ ഊരേണ്ടതെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ്. കിഫ്ബിയിലെ പണം ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് കൊണ്ടുവന്നതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ പണം എന്ന് പറയുന്നത്, കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല. ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയം സെസ്സാണ് ഈ പണം. അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ്. കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകുമോ എന്നായിരുന്നു ധനമന്ത്രിയുടെ മറുചോദ്യം. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.